രാജ്യത്തെ ഭയപ്പെടുത്തി മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. മുംബൈയിൽ 46 മലയാളി നഴ്സുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് വിവരങ്ങൾ ആശുപത്രി അധികൃതർ നഴ്സുമാരിൽ നിന്ന് മറച്ചുവെച്ചു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിൽ സ്ഥിതി സങ്കീർണമായി തുടരുകയാണ്. മുംബൈ സെൻട്രൽ സ്വകാര്യ ആശുപത്രിയിൽ 46 മലയാളി നഴ്സുമാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 150-ലധികം പേർ നിരീക്ഷണത്തിലുണ്ട്. 300ഓളം നഴ്സുമാർ ഉള്ള ഇവിടെ 200-ലേറെ പേർ മലയാളികളാണ്. മുൻപ് രോഗം ബാധിച്ചു മരിച്ചവരിൽ നിന്നാണ് നഴ്സുമാരിലേക്കും പടർന്നത് എന്നാണ് നിഗമനം. കോവിഡ് രോഗികളുടെ വിവരം നഴ്സുമാരിൽ നിന്നും മറച്ചുവെച്ചെന്നാണ് ആരോപണം. ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏകദേശം 2 പേർക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അത് 40-ന് മുകളിലേക്ക് നമ്പർ പോയി. അത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള നഴ്സുമാരിലേക്കാണ് പോയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവിടെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തില്ലെന്ന് തന്നെയാണ്. അവിടെ പേഷ്യന്റ് വന്നപ്പോൾ ആ പേഷ്യന്റിനെ നോക്കിയിരുന്ന കുട്ടികൾക്ക് അവർ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് കൊടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാരാഷ്ട്രയിലെ 60% കോവിഡ് ബാധയും മുംബൈയിലാണ്. ഇതുവരെ 30 പേർ മരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 500 കടന്നു. ലക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിലെ സ്ഥിതിയും സങ്കീർണമാവുകയാണ്. 25,000-ഓളം പേരെ ഇവിടെ നിരീക്ഷണത്തിലാക്കി. മഹാരാഷ്ട്രയിൽ അഹമ്മദ് നഗർ, പൂനെ, ഔറംഗാബാദ് എന്നിവിടങ്ങളിലും നിരവധി പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100 കടന്നു. ഒരു ദിവസത്തിനിടെ 693 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലെ 7 ജില്ലകളിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കോവിഡ് ബാധിതരുടെ എണ്ണവും മരണസംഖ്യയും രാജ്യത്ത് കുത്തനെ വർദ്ധിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വൈറസ് ബാധിതരുടെ എണ്ണം 4067, ചികിത്സയിലുള്ളവർ 3666. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 700 കടന്നു. ഡൽഹിയിലും തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഡൽഹിയിൽ 503 പേർക്കും തമിഴ്നാട്ടിൽ 571 പേർക്കുമാണ് കോവിഡ്. കോവിഡിനെ തുരത്തുക എന്ന ലക്ഷ്യമാണ് രാജ്യത്തിന് മുന്നിലുള്ളതെന്ന് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 15-ന് നിലവിലെ ലോക്ഡൌൺ തീർന്നാലും കടുത്ത നിയന്ത്രണങ്ങളോടെ നീട്ടുന്ന കാര്യം കേന്ദ്രം പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോട്ട്സ്പോട്ടുകളിൽ മാളുകൾ, റെസ്റ്റോറന്റുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങി ആളുകൾ ഒത്തുകൂടാൻ സാധ്യതയുള്ള മേഖലകൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത. കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളെയാണ് കേന്ദ്രം ഹോട്ട്സ്പോട്ടായി പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിൽ കോവിഡ് ബാധിച്ച ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് കൃത്യമായ പരിചരണമോ ഭക്ഷണമോ ലഭിക്കുന്നില്ലെന്ന് രോഗബാധിതനായ മലയാളി. ഡോക്ടർമാർ നേരിട്ട് പരിശോധനയ്ക്ക് വരാതെ ഫോണിലൂടെയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതേ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 2 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സമയത്ത് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വിഷയത്തിൽ ഇടപെടുമെന്നും ഡൽഹി സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി എ സമ്പത്ത് പറഞ്ഞു. ഞാനിപ്പം മിനിഞ്ഞാന്ന് വൈകിട്ടാണ് എനിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ സ്റ്റാഫാണ്. വേണ്ടത്ര സുരക്ഷാ ഉപകരണങ്ങളും കാര്യങ്ങളും നമുക്ക് സമയത്ത് തരാത്തത് കൊണ്ടും ക്യാൻസറിന്റെ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ രോഗികൾ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മളെ ഡ്യൂട്ടി അയച്ചു. ഇപ്പം പോസിറ്റീവ് റിസൾട്ട് വന്നു. അതിനുശേഷം ഇപ്പം ഞാൻ ഇന്നലെ മുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇവിടെ എന്റെ വൈഫും 2 കുട്ടികളെയും തൊട്ടടുത്ത റൂമിൽ ഐസൊലേഷനിൽ വെച്ചിട്ടുണ്ട്. 4 വയസ്സും 7 വയസ്സുള്ള ഈ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണമോ പാലോ ഒരു സാധനങ്ങളും ഇവര് സമയത്ത് എത്തിക്കുന്നില്ല, കിട്ടുന്നില്ല. നമുക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്ന ആ കൂടെയാണ് കുട്ടികൾക്കും കിട്ടിയത്. വേണ്ടത്ര മരുന്നോ അങ്ങനെ യാതൊരുവിധ സംവിധാനമില്ല. ഇത് നമ്മളെ ജയിലിൽ ഇട്ടേക്കുന്ന പോലെ ഇവിടെ കൊണ്ട് അടച്ചിട്ടിരിക്കുന്നു. ഇക്കാര്യങ്ങളിൽ അടിയന്തരമായ ശ്രദ്ധ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളില് ഈ ആശുപത്രി അധികൃതർ ഇപ്പോഴത്തെ ഈ കോവിഡ് ഭീഷണിയുടെ സാഹചര്യത്തിൽ ഇത് വളരെ ജാഗ്രതയോടുകൂടി അവർ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ നമ്മളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ച സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരുമായി നമ്മൾ തുടർന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെടുക തന്നെ ചെയ്യും. 4 ദിവസം കൊണ്ടാണ് കാസർഗോഡ് അത്യാധുനിക കോവിഡ് ആശുപത്രി സജ്ജമായത്. 200 കിടക്കകളാണ് ഇപ്പോൾ സജ്ജമാക്കിയിട്ടുള്ളത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മുതൽ നിരവധി സംഘടനകൾ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ പങ്കാളികളായി. എന്ന് പൂർത്തിയാകുമെന്നറിയാതെ പണിയിഴഞ്ഞ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ ആശ്വാസ കേന്ദ്രമായി മാറുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സുസജ്ജമായ കോവിഡ് ആശുപത്രിയായി മാറിയത് 4 ദിവസം കൊണ്ട്. നിരവധി പേർ ഈ ഘട്ടത്തിൽ സഹായങ്ങളുമായി എത്തി. ICUവും വെന്റിലേറ്റർ യൂണിറ്റുകളും സംഭാവനയായി വന്നു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ റോഡ് മാർഗം പുറപ്പെട്ട 26-അംഗ വിദഗ്ധ സംഘത്തിനാണ് മേൽനോട്ടം. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കായി പണിത കെട്ടിടം പൂർണ്ണതോതിലുള്ള ആശുപത്രിയായി മാറിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 200 കിടക്കകളാണുള്ളത്. 10 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ രൂപമാറ്റത്തിനായി 4 ദിവസം കൊണ്ട് ചെലവഴിച്ചത്. 10 ICUവും ഇപ്പോൾ സജ്ജം. അടുത്ത ഘട്ടത്തിൽ 100 കിടക്കകൾ കൂടി ഇവിടെ തയ്യാറാകും. ന്യൂസ് 18 കാസർഗോഡ്. പ്രകടമായ രോഗലക്ഷണങ്ങളില്ലാത്തവരിലും കോവിഡ് രോഗബാധ കണ്ടെത്തുന്നത് ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അടുത്തിടെ രോഗം സ്ഥിരീകരിച്ച 2 പേർക്ക് രോഗലക്ഷണങ്ങളില്ലായിരുന്നു. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെയും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന. ഇതിനിടെ മലപ്പുറം ജില്ലയിൽ രോഗമുക്തി നേടിയ ആദ്യത്തെയാൾ വീട്ടിലേക്ക് മടങ്ങി. ഡൽഹിയിൽ നിന്നുമെത്തിയ വിദ്യാർത്ഥിനിക്കും ഷാർജയിൽ നിന്നുമെത്തിയ യുവാവിനുമാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളൊന്നുമില്ലാതെയും ഇവരിൽ കോവിഡ് കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുകയാണ്. പുതിയ സാഹചര്യം സംബന്ധിച്ച് കൂടുതൽ പഠനം വേണ്ടിവരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. പത്തനംതിട്ടയിലെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് നമ്മൾ ഇതുവരെയും പ്രതീക്ഷിക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാത്തവരിൽ റാപ്പിഡ് ടെസ്റ്റാണ് ഫലപ്രദം. ഇതിനായി കൂടുതൽ കിറ്റുകൾ ജില്ലയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. 14 ദിവസത്തെ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ ആളാണ്. അത് കൂടാതെ ഇയാൾക്ക് മറ്റൊരു രോഗലക്ഷണവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് രോഗലക്ഷണം കൺഫേം ചെയ്തു പോസിറ്റീവായി എന്നുള്ളത് തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയാണ്. ഇതിനിടെ മലപ്പുറത്ത് കോവിഡിൽ നിന്നും മുക്തി നേടിയ വാണിയമ്പലം സ്വദേശിനി വീട്ടിലേക്ക് മടങ്ങി. ഉംറ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇവർക്ക് മാർച്ച് 16-നാണ് രോഗം സ്ഥിരീകരിച്ചത്. കുടുംബാംഗങ്ങൾക്കാർക്കും രോഗബാധ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരം. സംസ്ഥാനത്ത് കൂടുതൽ റാപ്പിഡ് ടെസ്റ്റ് ഫലങ്ങൾ ഇന്ന് ലഭിക്കും. ഇന്നലെ 8 പേർക്ക് കൂടിയാണ് രോഗബാധ കണ്ടെത്തിയത്. കാസർഗോഡ് പ്രത്യേക കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പോസ്റ്റ് ഓഫീസുകളിലൂടെ ക്ഷേമ പെൻഷനുകൾ 9-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി തോമസ് ഐസക്. ബാങ്കുകളിൽ ഇതിനായി പോകരുതെന്നും മന്ത്രി അറിയിച്ചു. 7-ന് റിസർവ് ബാങ്കിൽ SLR ബോണ്ട് ലേലം നടക്കും. 2700 കോടി വായ്പ എടുക്കുമെന്നും പെൻഷനുകൾ വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ വീട്ടിലേക്കും 55 ലക്ഷം വ്യക്തികൾക്ക് 8000 രൂപ വെച്ച് ഈ ഒരു മാസത്തിനുള്ളിൽ കൈമാറിയിരുന്നു. അതിന്റെ ആദ്യ ഘടവും മാർച്ച് മാസത്തിൽ തന്നെ കൊടുത്തു. ബാക്കി 6000 രൂപ അത് ഇപ്പോൾ നൽകാൻ പോയിരുന്നു. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ഒരു ഗൗരവമായ പ്രശ്നം വന്നു. എങ്ങനെയാണ് വിഷുവിന് മുന്നിൽ ഈ പണം ഈ പാവപ്പെട്ടവരുടെ കയ്യിലെത്തിക്കാന്നുള്ളത്? അതിർത്തി അടച്ച കർണാടകയുടെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന് കേരളം. നിയമവിരുദ്ധമാണ് കർണാടകയുടെ നടപടിയെന്ന് കേരളം സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. വിശദാംശങ്ങളുമായി രാകേഷിനെ പ്രതീക്ഷിക്കുന്നു. കർണാടകയുടെ നടപടി, അതിർത്തി മണ്ണിട്ട് അടച്ച കർണാടകയുടെ നടപടി മനുഷ്യത്വരഹിതമാണ് എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. രാകേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ശരത്ത്, അതിർത്തി അടച്ച വിഷയത്തിൽ കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, അതിർത്തി തുറക്കാൻ ഇതുവരെ കർണാടകം തയ്യാറായിട്ടില്ല. മാത്രവുമല്ല 9 പേരോളം ഈ അതിർത്തി അടച്ചുകൊണ്ട് മാത്രം തന്നെ ചികിത്സ കിട്ടാതെ മരിച്ചു. ഇത് മനുഷ്യാവകാശ ലംഘനമാണ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം കർണാടകത്തിൽ നിന്നടക്കം കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ കാലങ്ങളായി ചികിത്സയ്ക്ക് ആശ്രയിച്ചിരിക്കുന്നത് മംഗലാപുരത്തെ അടക്കം ആശുപത്രികളാണ്. പലർക്കും ദൂരക്കുറവ് അടക്കം കൊണ്ടും അവർ കാലങ്ങളായി ആശ്രയിച്ചിരുന്ന മംഗലാപുരത്തെ ആശുപത്രികളാണ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി അടച്ച നടപടി മനുഷ്യത്വരംഗമാണെന്ന് ഈ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല കേന്ദ്ര സർക്കാരിനെ അടക്കം ഈ വിഷയത്തിൽ പലതവണ സംസ്ഥാനം സമീപിച്ചിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇടപെടാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഈ ഹർജിയിൽ സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നാളെയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കാൻ നൽകിയിരിക്കുന്ന സമയപരിധി നാളെ അവസാനിക്കുകയാണ്. നാളെ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കും. ശരത്, ഏതായാലും നാളെ സുപ്രീം കോടതി കേസ് പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടണം, ഇരു സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും ഉണ്ടാകണം എന്നൊക്കെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമായിട്ടുണ്ടോ? ഈ അഫിഡവിറ്റ് ഏതെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ?
ഈ അഫിഡവിറ്റ് സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്, അതായത് കേന്ദ്രം ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. കാരണം കഴിഞ്ഞ തവണ കേസിൽ ഒരു ഉത്തരവിലേക്ക് കോടതി വന്നില്ല, പകരം ഒരു മാർഗരേഖ തയ്യാറാക്കാനാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. അതായത് രോഗികളെ കൊണ്ടുപോകുന്ന കാര്യത്തിലടക്കം ഒരു മാർഗരേഖ വേണം. അതിനായി 2 സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും ഒപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയും ഈ വിഷയത്തിൽ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സംസ്ഥാനം ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരത്. ശരി, രാകേഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. അതേസമയം കർണാടകം വീണ്ടും അതിക്രമിച്ച് കയറി ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ നടത്തുകയാണ്. കേരള അതിർത്തിയിൽ അതിക്രമിച്ചു കയറി വീണ്ടും കർണാടകത്തിന്റെ പ്രകോപനം. പൈവളിക കാടൂരിൽ കുഴിയെടുത്താണ് അതിർത്തി അടച്ചത്. വാർത്ത പുറത്തു വന്നതോടെ കുഴികൾ നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി കർണാടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ ജില്ലാ ഭരണകൂടവും ഇടപെട്ടിരുന്നു. അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി കേരളത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് കർണാടകം JCB ഉപയോഗിച്ച് റോഡടച്ചത്. അതിർത്തി ലംഘിച്ചുള്ള കർണാടകയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും വിഷയത്തിൽ ഇടപെട്ടു. കളക്ടർ D. സജിത് ബാബു ഇടപെട്ട് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ വിറ്റ്ല പോലീസിന് നിർദ്ദേശം നൽകി. ഇവിടെയുള്ള ജലനിധി പൈപ്പ് ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു. JCB വന്ന് ഞങ്ങളെ പയ്യളിക്ക പഞ്ചായത്തിൽ പിന്നൊരു സ്ഥലത്ത് ജലനിധിന്റെ വെള്ളം പോകുന്ന സ്ഥലം ജലനിധിന്റെ പൈപ്പ് കട്ട് ചെയ്ത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് മൊത്തത്തിൽ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ റോഡുകളും കർണാടക വിറ്റ്ല SI പറഞ്ഞിട്ട് വന്ന JCB എന്ന് പറഞ്ഞിട്ട് മൊത്തം കളച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ വിറ്റ്ല SI വിനോദ് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റോഡടച്ചത്. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതോടെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ കർണാടകം തുടങ്ങിയിട്ടുണ്ട്. അതിർത്തിയിലെ തലപ്പടിയിൽ മംഗലൂരുവിൽ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് ഉൾപ്പെടെ തടയുന്നത് വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരുന്നത്. വിദഗ്ധ ചികിത്സ കിട്ടാതെ 9 പേരാണ് ജില്ലയിൽ മരിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 13 ലക്ഷത്തോടടുക്കുകയാണ്. മരണസംഖ്യ 70,000-ൽ എത്തിയിരിക്കുകയാണ്. കോവിഡ് ലക്ഷണങ്ങൾ മാറാത്തതിനെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ ആശുപത്രിയിലേക്ക് മാറ്റി. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് ബാധിതർ ഉള്ളത് സ്പെയിനിലും ഇറ്റലിയിലുമാണ്. ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5000-ലേക്ക് അടുക്കുകയാണ്. 50,000-നടുത്താണ് രോഗബാധിതർ. കോവിഡ് സ്ഥിരീകരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന ബോറിസിനെ പനി കൂടിയതിനാലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബോറിസ് ജോൺസന്റെ ജീവിത പങ്കാളി കാരി സൈമൺസ് വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോവിഡ് ബാധിച്ച ബ്രിട്ടൻ ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് രോഗം ഭേദമായതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചു. കോവിഡിനെ അതിജീവിക്കാൻ രാജ്യത്തിന് കഴിയുമെന്ന് എലിസബത്ത് രാജ്ഞി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. 68 വർഷത്തിനിടെ 5ാം തവണയാണ് എലിസബത്ത് രാജ്ഞി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും അധികം മരണം ഇറ്റലിയിലാണ്. 16,000-നടുത്താണ് മരണസംഖ്യ. 1,30,000-നടുത്ത് കോവിഡ് ബാധിതർ രാജ്യത്തുണ്ട്. സ്പെയിനിൽ 1,32,000-ഓളം പേർക്കാണ് രോഗബാധ. മരണം 13,000-ഓട് അടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറ്റലിയിലും ഫ്രാൻസിലും മരണനിരക്ക് കുറഞ്ഞു. ജർമ്മനിയിലും രോഗബാധിതരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. ഇറാനാണ് ഏറ്റവും അധികം മരണമുണ്ടായ ഏഷ്യൻ രാജ്യം. എത്യോപ്യയിലും ഹെയ്ത്തിയിലും ആദ്യ കോവിഡ് മരണങ്ങളുണ്ടായി. ലിബിയയിൽ മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് ജിബ്രൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ഫിലിപ്പീൻസിൽ മാസ്ക് ധരിക്കാൻ വിസമ്മതിക്കുകയും അക്രമത്തിന് മുതിരുകയും ചെയ്തയാളെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ 4 മലയാളികൾ കൂടി മരിച്ചു. ക്വീൻസ് ആശുപത്രിയിലെ നഴ്സ് ഏലിയാമ്മ ജോൺ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. യുഎയിലെ അജ്മനിൽ കോവിഡ് ബാധിച്ച് കണ്ണൂർ സ്വദേശി മരിച്ചു. പേരാവൂർ കോളയാട് സ്വദേശി ഹാരിസാണ് മരിച്ചത്. ഇതോടെ കേരളത്തിന് പുറത്ത് കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 15ആയി. യുഎസിൽ 8, ലണ്ടനിൽ 2, യുഎയിൽ 3, സൗദിയിൽ 1 എന്നിങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലെ മലയാളികളുടെ മരണം. മുംബൈയിൽ ഒരാളും മരിച്ചിരുന്നു. കോവിഡ്-19 വ്യാപനത്തിൽ അമേരിക്കയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. രോഗബാധിതരുടെ എണ്ണം 3.25 ലക്ഷവും മരണം 8,000-വും പിന്നിട്ടു. ന്യൂയോർക്കിന് പിന്നാലെ ന്യൂജേഴ്സിയിലും വാഷിംഗ്ടണിലും രോഗബാധിതരുടെ എണ്ണം മരണവും വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ വേണമെന്ന ആവശ്യം ശക്തമാണ്. അമേരിക്കയുടെ ഹോട്ട്സ്പോട്ടായി മാറിയ ന്യൂയോർക്കിൽ രാജ്യത്തിന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും വൈറസ് വ്യാപനം തടയാനാകുന്നില്ല. ന്യൂയോർക്കിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം 1.25 ലക്ഷവും മരണം 4,000-വും പിന്നിട്ടു. മാത്രമല്ല, ന്യൂയോർക്കുമായി അതിർത്തി പങ്കിടുന്ന ന്യൂജേഴ്സിയിലും രോഗബാധിതർ ക്രമാതീതമായി ഉയരുന്നു. സംസ്ഥാനത്ത് 34,000-ത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കിഴക്കൻ സംസ്ഥാനമായ പെൻസിൽവാനിയയിൽ ഒറ്റ ദിവസം കൊണ്ട് രോഗബാധിതരുടെ എണ്ണം 20% വർദ്ധിച്ചു. അമേരിക്ക മുമ്പ് നേരിട്ട ഭീകരാക്രമണങ്ങളെക്കാൾ ഭീതിജനകമായ സാഹചര്യത്തെയാണ് നേരിടുന്നതെന്ന് US സർജൻ ജനറൽ പറഞ്ഞു.
യുദ്ധത്തിന്റെ ഏറ്റവും തീവ്രഘട്ടത്തെയാണ് രാജ്യം നേരിടുന്നതെന്നാണ് ന്യൂയോർക്ക് ഗവർണർ വിശേഷിപ്പിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രോഗം ക്രമാതീതമായി പടർന്നതോടെ അമേരിക്കയിൽ വീണ്ടും മരുന്നിനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കും ക്ഷാമം നേരിട്ടു തുടങ്ങി. ന്യൂയോർക്കിനും ന്യൂജേഴ്സിക്കും പുറമെ 10 സംസ്ഥാനങ്ങളിൽ കൂടി രോഗബാധിതരുടെ എണ്ണം 10,000 കടന്നതോടെ പൊതുവായ പ്രതിരോധ തന്ത്രം കണ്ടെത്തണമെന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ട്രംപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. നിലവിൽ 8 സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയാണ്. 90% ജനങ്ങളും നിർബന്ധിത ക്വാറന്റൈനിലുമാണ്. രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ ട്രംപ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. യുഎഇയിൽ 294 പേർക്ക് കൂടി പുതുതായി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ്-19 ബാധിതരുടെ എണ്ണം 1799 ഉയർന്നു. ദുബൈയിൽ നിന്നും ജസിത സഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോവിഡ്-19 വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ കടന്നുപോവുകയാണ് ദുബായ് നഗരം. ദുബായിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മരുന്നും ഭക്ഷണവുമല്ലാതെ പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. യാത്രാവിലക്കും നിലനിൽക്കുന്നു. ഇനി അങ്ങനെ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ കയറി അനുമതി വാങ്ങണം എന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം 294 പേർക്കാണ് യുഎഇയിൽ പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 1799 ഉയർന്നു. 19 പേർ രോഗമുക്തരായിട്ടുണ്ട്. രാജ്യത്ത് രോഗമുക്തരായവർ 144 ഉയർന്നിട്ടുണ്ട്. ഇതും ആരോഗ്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ 2 സുപ്രധാനമായ തീരുമാനങ്ങളും കഴിഞ്ഞ ദിവസം യുഎഇ ഭരണകൂടം പ്രഖ്യാപിക്കുകയുണ്ടായി. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് സുപ്രധാനമായ തീരുമാനം അറിയിച്ചത്. വെർച്വൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത്. അതായത് താമസ വിസ യുഎഇയിൽ ഉള്ളവർക്ക് ഡിസംബർ വരെ പിഴ ഈടാക്കില്ല എന്നാണ്. അതിന്റെ കാലാവധി തീർന്നാലും വിസയുടെ കാലാവധി തീർന്നാലും ഡിസംബർ വരെ പിഴ ഈടാക്കില്ല എന്നുള്ള സുപ്രധാനമായ തീരുമാനമാണ് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ വാർഷിക അവധി നേരത്തെ എടുക്കാം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് കാത്തുനിൽക്കാതെ വേണമെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ വാർഷിക അവധി നേരത്തെ എടുക്കാം സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഈ ഒരു കോവിഡ്-19 വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജന്മനാട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനം എന്നുള്ള രീതിയിലാണ് സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഈ ഒരു ആനുകൂല്യം പറഞ്ഞിരിക്കുന്നത്. വാർഷിക അവധി ജീവനക്കാർക്ക് നേരത്തെ എടുക്കാമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഗൾഫ് മേഖലയിലെ മൊത്തം കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സൌദിയിൽ 2385 പേർക്കും, ഖത്തറിൽ 1604 പേർക്കും, ബഹ്റിനിൽ 698 പേർക്കും, കുവൈറ്റിൽ 556 പേർക്കും, ഒമാനിൽ 298 പേർക്കുമാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജസിത സഞ്ജിത്ത്, ദുബായ്. സംഗീത കുലപതിക്ക് വിട. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ട. പ്രശസ്ത സംഗീത സംവിധായകൻ MK അർജുനൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചി പള്ളുരുത്തിയിലെ വസതിയിൽ പുലർച്ചെ 3:30 അന്ത്യം. 200-ലേറെ ചലച്ചിത്രങ്ങൾക്കും നിരവധി നാടകങ്ങൾക്കും സംഗീതമൊരുക്കി. 2017 ഭയാനകം എന്ന ചിത്രത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് പള്ളുരുത്തി ശ്മശാനത്തിൽ നടക്കും. മലയാള സിനിമയിലെ അത്ഭുത ഗാനങ്ങളുടെ സംവിധായകനാണ് MK അർജുനൻ. ദാനം കിട്ടിയ ഒരു ഹാർമോണിയവുമായി പഴനിയിലെ അനാഥാലയത്തിൽ നിന്നാണ് ആ സംഗീതയാത്ര ആരംഭിക്കുന്നത്. ഹൃദയമുരുകിനി കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാ. ഹൃദയമുരുകി കരയാതെ മലയാള സിനിമയ്ക്ക് MK അർജുനൻ മാസ്റ്ററുടെ ജീവിതം ഓർത്തെടുക്കാൻ കഴിയില്ല. 4 കാലുള്ള ഒരു നങ്ങേലി പെണ്ണിന് എന്ന ജനപ്രിയ ഗാനം മുതൽ സംഗീതം നിറഞ്ഞൊഴുകുന്ന കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ വരെ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ. മല്ലീസായക പോലൊരു ഗാനം മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. പള്ളുരുത്തിയിലെ ആ വീട്ടിലിരുന്ന് പഴയ ഹാർമോണിയത്തിൽ ചിട്ടപ്പെടുത്തി വണ്ടി കയറിയ ഈണങ്ങൾ.
5-ാം വയസ്സിൽ അച്ഛൻ കുഞ്ഞുകുഞ്ഞിന്റെ മരണത്തോടെയാണ് 14 കുട്ടികളുള്ള കുടുംബത്തിലെ അർജുനൻ മാസ്റ്ററും ജ്യേഷ്ഠൻ പ്രഭാകരനും പഴനിയിലെ ജീവകാരുണ്യ ആശ്രമത്തിൽ എത്തിയത്. വീടോടുകൂടി പഠിച്ചും ചിരിച്ചും വളരേണ്ട കാലം കിട്ടിയില്ല. അനാഥ മന്ദിരത്തിൽ പോകേണ്ടതായിട്ട് വന്നു. അവിടെ നിന്ന് പഠിച്ച ഈണങ്ങളാണ് പിന്നെ അനേകം ഭജനകളിലേക്കും നാടകങ്ങളിലേക്കും പരന്നൊഴുകിയത്. ചങ്ങനാശ്ശേരി ഗീതാ തിയേറ്റേഴ്സും കോട്ടയം കാളിദാസ കലാകേന്ദ്രവും കടന്ന് KPACയുടെ സംഗീത അമരത്തേക്ക്. അവിടെ നിന്ന് കറുത്ത പൗർണമിയിലൂടെ സിനിമയിൽ. രവിവർമ്മ ചിത്രത്തിൽ രതിഭാവത്തിന്റെ ദിനങ്ങൾ. AR റഹ്മാന് ആദ്യമായി സിനിമയിൽ ഹാർമോണിയം നൽകിയ ആൾ എന്ന ബഹുമതി കൂടിയുണ്ട് അർജുനൻ മാസ്റ്റർക്ക്. സുഹൃത്ത് RK ശേഖറിന്റെ മകനിലെ പ്രതിഭ തിരിച്ചറിഞ്ഞ് 13-ാം വയസ്സിൽ സിനിമയിൽ കീബോർഡ് വായിക്കാൻ അവസരം നൽകിയത് അർജുനൻ മാസ്റ്റർ ആയിരുന്നു. റഹ്മാൻ ലോകത്തിന് പുതിയ ഈണങ്ങൾ നൽകുമ്പോഴും അർജുനൻ മാസ്റ്റർ പുതിയ ട്രാക്കുകൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം. 2 മിനിറ്റിന്റെ വിവരണത്തിൽ എങ്ങനെ അവസാനിപ്പിക്കും അർജുനൻ മാസ്റ്ററെ? ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഴകിയതും രാസവസ്തുക്കൾ ചേർത്തതുമായ മത്സ്യവില്പന തടയാൻ തെക്കൻ ജില്ലകളിൽ വ്യാപക പരിശോധന. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും മാത്രം 6000 കിലോയിലധികം പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. മത്സ്യ ഗോഡൌണുകളിലും പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. തുടർച്ചയായ 2ാം ദിവസമാണ് ആറ്റിങ്ങലിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടുന്നത്. കച്ചേരി ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് 3000-ലധികം കിലോ തൂക്കം വരുന്ന 1 മാസത്തിലധികം പഴക്കമുള്ള സ്രാവ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയതാണിവ. ഏകദേശം 30 ലക്ഷം രൂപ വില വരുമെന്നാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ നിന്ന് 1000 കിലോയിലധികം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു. കൊല്ലം നീണ്ടകരയിലും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന 3500 കിലോഗ്രാം ചൂര ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് പിടികൂടിയത്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിലും പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള മീനുകൾ വിൽക്കുകയാണെങ്കിൽ അതിനെ പിടിച്ചെടുത്ത് നശിപ്പിക്കുക എന്നുള്ള ഇതാണ് ഇപ്പം നമ്മൾ ഹെൽത്ത് വിഭാഗം തീരുമാനിച്ചുള്ളത്. ശക്തമായ നടപടിയായിട്ട് തന്നെ ഈ സമയം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരോഗ്യവകുപ്പ് ഓപ്പറേഷൻ സാഗർ റാണി ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. മീൻ വാങ്ങാൻ മത്സ്യഫെഡിന്റെ സ്റ്റാളുകളിൽ വൻ തിരക്ക്. മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് കേടായ മീൻ പിടികൂടുന്നുവെന്ന വാർത്തകൾ തുടർച്ചയായി വന്നതോടെയാണ് മത്സ്യഫെഡ് സ്റ്റാളിൽ തിരക്കേറിയത്. നല്ല മീനിനായി നെട്ടോട്ടമോടുകയാണ് ജനം. മത്സ്യഫെഡിന്റെ പാളയത്തെ കടയിൽ പിടയ്ക്കുന്ന ചാള എത്തി നിറഞ്ഞതോടെ തിരക്കായി. ഈ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് കുറെ ദിവസം കൊണ്ട് കിട്ടാതിരുന്നതുകൊണ്ട് ഇന്ന് മത്തി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കണ്ടിട്ടാണ് എല്ലാവരും കൂടെ വരുന്നത്. മീൻ കണ്ടതോടെ സമൂഹാകലമൊക്കെ തത്കാലം മറന്നു. ഒടുവിൽ നിയന്ത്രിക്കാൻ പോലീസ് എത്തി. വില അല്പം കൂടുതലാണെങ്കിലും വിശ്വസിച്ച് വാങ്ങാമെന്നതാണ് ആശ്വാസം. വിശ്വസിച്ച് വാങ്ങാമെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ വരുന്നത്. എന്നാലും ചില ദിവസങ്ങളിൽ ഒരല്പം വില കൂടുന്നതല്ല, അത്ര ഫ്രഷ് അല്ലാത്തതും ചില അപൂർവം ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ലോക്ക്ഡൌണിന് ശേഷമാണ് ഇവിടെ തിരക്ക് കൂടിയത്. നല്ല തിരക്കുണ്ട് സാർ, മീൻ കിട്ടാനില്ല. മത്സ്യഫെഡ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഓരോ ദിവസത്തെയും മീനിന്റെ വരവ് ഉപഭോക്താക്കളെ അറിയിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ 2 കാട്ടുപോത്തുകൾ കിണറ്റിൽ വീണു. കുഞ്ഞോം കൂടാരക്കുന്ന് കല്ലറ ഗോപാലന്റെ വീട്ടുകിണറ്റിൽ വീണ പോത്തുകളിൽ ഒരെണ്ണം ചത്തു. 2ാമത്തെ പോത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈകിട്ടും രാത്രിയും കനത്ത മഴയുണ്ടാകും. തെക്കൻ കേരളത്തിലാകും മഴ ശക്തിപ്പെടുക. ഇടിയോടുകൂടിയുള്ള മഴയാവും പെയ്യുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ കേരളത്തിലാകെ ഇന്നലെ പെയ്ത മഴ കനത്ത ചൂടിന് ആശ്വാസമായി. തെക്കൻ കേരളം മുതൽ മധ്യമഹാരാഷ്ട്ര വരെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയാണ് മഴയ്ക്ക് കാരണം. തെക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്.
എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും. മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മേഖലയിലും കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. തൃശൂർ, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. ബുധനാഴ്ചയോടെ മഴ കുറയും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. റാപ്പിഡ് പരിശോധനാ കിറ്റുകൾ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾക്ക് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. രോഗമുക്തി നേടിയ 4 പേരിൽ നിന്ന് ശ്രീചിത്ര പ്ലാസ്മ ശേഖരിക്കും. പരീക്ഷണം വിജയിച്ചാൽ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് വിപണനം ചെയ്യും. ആന്റിബോഡി റാപ്പിഡ് കിറ്റുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള പരീക്ഷണമാണ് ശ്രീചിത്രയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഇന്നലെ വിളക്ക് തെളിച്ച ശേഷവും കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല കൊറോണയ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. കൊറോണ വൈറസിന്റെ വ്യാപനം തടയാനായി നേരത്തെയും ഇദ്ദേഹം മുദ്രാവാക്യം വിളിച്ചിരുന്നു. അത് വൈറലാവുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കൊറോണയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ ശ്രമത്തിന്റെ ഭാഗമായത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം വിളക്ക് തെളിച്ച ശേഷമാണ് ബൽറാംപൂർ മഹിളാ മോർച്ച അധ്യക്ഷ റിവോൾവർ എടുത്ത് കൊറോണ വൈറസിന് നേരെയെന്ന് സങ്കല്പിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ചത്. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ TV. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സംഗീതാധ്യാപകനുമായ വെള്ളിക്കോത്ത് വിഷ്ണു ഭട്ടും മകൾ ശ്രീ ഗൗരിയും കൊറോണയെക്കുറിച്ച് ചിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ സംഗീത ഗാനം ഇനി കേൾക്കാം. ഗാനത്തോടെ ഉച്ചവാർത്ത അവസാനിക്കുന്നു. നമസ്കാരം. ഭവനവാസിതം ഹർഷകാരകം ഭവനവാസിതം ഹർഷകാരകം ഭവനവാസിതം ഹർഷകാരകം കോവിഡാന്തകം ശാസ്ത്രമാശ്രയേ കോവിഡാന്തകം ശാസ്ത്രമാശ്രയേ അകലപാലനം വിശ്വരക്ഷകം ആ